ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളൊരു അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ, അതായത് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, പിന്നെ 1 ടീസ്പൂണ് അയമോദകവും എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം, പിന്നെ മാവ് കുഴച്ചെടുക്കാനുള്ള വെള്ളം വേണം, ഫ്രൈ ചെയ്യാനുള്ള ഓയിലും വേണം. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പിടാം, അയമോദകം ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവൊന്ന് വെച്ചെടുക്കാം. ഇപ്പം നമ്മളെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ പുറത്ത് തൂത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എന്താണെന്ന് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചപ്പാത്തി കൂട്ട് പരത്തിയെടുക്കാം. ഞാനിത് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അല്പം പൊടി തൂവിയിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ ചപ്പാത്തി ആയിട്ടിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം വേണം, പിന്നെ ഇതുപോലൊരു ബോട്ടിലിൻ്റെ ഒരു അടപ്പും വേണം. ഇത് വെച്ച് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റിലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ മാറ്റി. ഇനി നമുക്ക് ഒന്നുകൂടെ ഇനി അടുത്ത ചപ്പാത്തി പരത്താൻ ഈ മാവ് ഉപയോഗിക്കാം. ഇനി ഇത് വെച്ചുകൊണ്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു അടയാളം പോലെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെയൊരു കത്തി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അതിന് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ
ഇങ്ങനെ പോലെ ഇവിടെ ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കണം. കണ്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും പിടിച്ചിങ്ങനെ കൊടുക്കുക. നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടി. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഒന്നും കൂടെ കാണിക്കാം. ഇങ്ങനെ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. ചെറിയ തീയിൽ വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് കോരി മാറ്റാം. അപ്പം അടുത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്നാക്കെല്ലാം വറുത്ത് കോരി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.